ഹായ് ഗൈസ്. എന്താ പറയുക, ഈ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമല്ലേ എന്താണ് സെൽഫ് ഡിഫെൻസ് എന്ന്. അതായത് നമ്മളുടെ മേലിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളെ ആ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ആൾ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി നമുക്ക് തിരിച്ച് അവർ അറ്റാക്ക് ചെയ്യാം. അതിൽ ഒരു സംശയവുമില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിന് അനുവദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് എടുത്ത് അവൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ച് കൊല്ലുക എന്നുള്ളതല്ല. നമുക്ക് ഒരാളുടെ ലൈഫും എടുക്കാനുള്ള റൈറ്റ് ഇല്ല. നമ്മളെ രക്ഷിക്കുക. പ്രൈവറ്റ് ഡിഫെൻസ് അണ്ടറിൽ നമുക്ക് ഈ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ, ആ റൈറ്റ് ഉള്ളത് കൊണ്ട് യു ക്യാൻ സേവ് യുവർ സെൽഫ്. പക്ഷേ അത് അറ്റാക്ക് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷെ ഒരാളുടെ ലൈഫ് എടുക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അതായത് പ്രൈവറ്റ് ഡിഫെൻസ് ഉണ്ട്, നമുക്ക് ആ ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് കരുതി ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് പ്രൈവറ്റ് ഡിഫെൻസിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. പലരും ഈ ഒരു പ്രൈവറ്റ് ഡിഫെൻസിൻ്റെ പേരിൽ ഉള്ള എനിമിറ്റി മുഴുവനും തീർക്കാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ട്. അപ്പം അത് ചെയ്യരുത്. നമ്മൾ കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. പക്ഷെ നമുക്ക് ഏത് രീതിയിൽ വേണോ തിരിച്ച് അറ്റാക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടാവും ആയിരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.